ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ചോറ് വെക്കുന്ന അരിയില്ലേ, ആ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു അര ഗ്ലാസ് എടുക്കാം. എന്നിട്ട് അര ഗ്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് കഴുകി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പൊ പണ്ടൊക്കെ ഞാനിങ്ങനെ ചെറുപ്പത്തിലുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ അരിയൊക്കെ വറുത്ത്, ഒന്നും ഇല്ലാത്ത സമയത്ത് അരിയൊക്കെ വറുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മയാണ് കേട്ടോ ഇപ്പൊ സത്യം പറഞ്ഞാൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ തന്നെ ചെയ്യാറുണ്ടായിരുന്നോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടാ. അപ്പൊ ഞാനാണെങ്കിൽ ഇതാ ഈ കഴുകി വെച്ച അരിയൊക്കെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്തായാലും എല്ലാവരും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കാൻ ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടും. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇതാ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഇത് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഇതാണെങ്കിൽ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, നമ്മൾ ചോറ് എപ്പോഴും ചോറിന് വെക്കുന്ന ആ ഒരു അരി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ വേണം. ആ തേങ്ങ ആണെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് അത് നന്നായിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ അതേപോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം, ഒരു ബ്രൗൺ കളർ ആവുന്നത് പോലെ. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സെയിം അതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് അതേ പാനിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വളരെ ഈസിയും ആണ്, സിമ്പിളും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ ഇവിടെ എന്താ നന്നായിട്ടൊരു മണം വരുന്നുണ്ട് കേട്ടോ. തേങ്ങ ആണെങ്കിൽ ഈ വറുത്ത് വരുന്ന സമയത്ത് ഒരു മണം വരൂലേ, അതേ മണം. ഇപ്പൊ തേങ്ങ ആണെങ്കിൽ ഇവിടെ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു ഇൻഗ്രീഡിയന്റും കൂടി ഉണ്ട്. അതെന്താന്ന് നിങ്ങൾ നേരിട്ട് കണ്ടോട്ടോ. ഇതാ നിലക്കടലയാണ് കേട്ടോ എടുക്കുന്നുണ്ടത്. ഇതിന്റെ തോല് കളയണം, എന്നിട്ട് എല്ലാം തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കണം. അപ്പൊ ഞാനാണെങ്കിൽ തുറന്ന പാടെ കുറച്ച് തോല് പൊളിഞ്ഞ നിലക്കടല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് പെട്ടെന്ന് കഴിച്ചു നോക്കിട്ടാ, നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിൻ്റെയും ഇങ്ങനെ തോലൊക്കെ എടുത്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നിലക്കടല യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്യൂ യൂസ് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ വേറെ നട്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, കടലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഇതും കൂടി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, പാനിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ചൂട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാം നമ്മളിപ്പോ എടുത്ത അരി ആണെങ്കിലും പിന്നെന്താ തേങ്ങ ആണെങ്കിലും കടല ആണെങ്കിലും എല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ചൂടായത് എടുക്കണം കേട്ടോ. അപ്പൊ ഈ കടല ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഓൾറെഡി ഇത് വറുത്തതാണ്, പക്ഷെ എന്നാൽ പോലും കുറച്ചും കൂടി സമയം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് ചെയ്ത് എടുക്കാം. ഇതും കൂടി ഞാൻ എന്ത് ചെയ്ത് എടുക്കുന്നുണ്ട്, സെയിം അതേ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ തേങ്ങ ഇടാൻ പാടില്ല. നമ്മൾ വറുത്ത അരിയും പിന്നെ ഈ നിലക്കടലയും ഇതും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനാണെങ്കിൽ ഇതാ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പൗഡർ രൂപത്തിലായിരിക്കണം കേട്ടോ നമ്മൾ ഈ അരച്ചെടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങളിത് കാണുന്നില്ലേ, ഇതേ രീതിയിലായിരിക്കണം. നമ്മൾ നന്നായിട്ട് അതൊന്ന് കുറച്ച് സമയം കൂടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അതൊന്ന് അരച്ച് എടുക്കാം. വെള്ളമൊന്നും നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് കുറച്ച് ശർക്കര. അത് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ശർക്കര ആണ് ഇതില് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിലുള്ള ശർക്കര നമുക്ക് ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് ഞാനാണെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് നല്ലതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ശർക്കര ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇങ്ങനെ ബബിള് പോലെയൊക്കെ
വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഫുള്ളായിട്ട് ശർക്കരയൊക്കെ ഉരുകി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി സെറ്റാക്കി വെച്ച ആ പൗഡർ ഇല്ലേ, അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാം ജസ്റ്റ് ഒന്ന് ചേർന്ന് വരാനായിട്ട് നമ്മളാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തേങ്ങ ഒരു കാരണവശാലും അരക്കാൻ പാടില്ല. അത് അതേപോലെ തന്നെയാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ച ഈ ശർക്കരയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണില്ല, നല്ല ചൂടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഞാനങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൗഡർ രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ റൗണ്ട് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാം കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനാകെ 1/2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതില് നമുക്ക് ഏകദേശം ഒരു 4-5 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാന് എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ ചെയ്ത് വരുമ്പോ തന്നെ അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അരി ലഡു എന്നൊക്കെ പറയാം. അല്ലാണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചിട്ട് പേരൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വീട്ടിലത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബൈ ബൈ.